ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മലയാളം, ക്ഷേത്രകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കഥകളി, കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, മോഹിനിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം. അപ്പോൾ കറക്റ്റ് ആൻസർ കഥകളി, മോഹിനിയാട്ടം. ഇവ രണ്ടുമാണ് ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന മുദ്ര ബാങ്ക് സ്ഥാപിതമായത് എന്നാണ്? ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന മുദ്ര ബാങ്ക് സ്ഥാപിതമായത് എന്നാണ്? കറക്റ്റ് ആൻസർ 2015 ഏപ്രിൽ 8. തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം? ശരിയായ ഉത്തരം 1936 നവംബർ 12. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂട രാജാവ് ആരാണ്? എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂട രാജാവ് ആരാണ്? ശരിയായ ഉത്തരം കൃഷ്ണ ഒന്നാമൻ. നെക്സ്റ്റ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഡാഷ് ഏതാണ്? കറക്റ്റ് ആൻസർ 2010. പനയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? പനയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് ശരിയായ ഉത്തരം. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരമായി തിരഞ്ഞെടുത്തത് ഏത് നഗരമാണ്? ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരമായി തിരഞ്ഞെടുത്തത് ഡാഷാണ്? ഓസ്ട്രിയയിലെ വിയന്ന. പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ശരിയായ ഉത്തരം ഉമയമ്മ റാണി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ശരിയായ ഉത്തരം. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട. DDTയെ കുറിച്ച് വിവരിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചത് ആരാണ്? DDTയെ കുറിച്ച് വിവരിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ റേച്ചൽ കാഴ്സൺ. അപ്പോൾ സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതിയുടെ പ്രതിപാദ്യ വിഷയം DDT ആണ്. കൃതി രചിച്ചത് റേച്ചൽ കാഴ്സൺ ആണ്. നെക്സ്റ്റ്, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ, അതായത് 2022 ചെയർമാൻ ആരാണ്? കറക്റ്റ് ആൻസർ എസ് സോമനാഥ്. ഇദ്ദേഹം ISROയുടെ 10ാമത്തെ ചെയർമാൻ ആണ്. അപ്പോൾ ISROയുടെ 10ാമത്തെ ചെയർമാൻ ആരാണ് എന്നും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ISROയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥാണ്. ഇദ്ദേഹം ISROയുടെ 10ാമത്തെ ചെയർമാൻ കൂടിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്ന് അറിയപ്പെടുന്നത്? ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗംഗാ നദി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG അഥവാ AK ഗോപാലൻ. US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? US പ്രസിഡന്റ് ജോ ബൈഡന്റെ, ഇദ്ദേഹം ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അപ്പോൾ ജോ ബൈഡന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ആരതി പ്രഭാകർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം TN ശേഷൻ. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആര്? ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആര്? സ്വാമി ആനന്ദ തീർത്ഥൻ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം ഉത്തരം 3100 മില്ലിമീറ്റർ. പഴശ്ശി ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലെ മാനന്തവാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹനുമാന്റെ പേരുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഹനുമാന്റെ പേരുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ. പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കന്യാകുമാരി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നെഗി. ഇദ്ദേഹം ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് 1951 ഒക്ടോബർ 25 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11. ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GV മാവ്ലങ്കർ. സദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത 2 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത 2 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ബ്രഹ്മപുത്ര നദി. ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം എന്നാണ്? ആൻസർ ആഗസ്റ്റ് 29. 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? C. അച്യുതമേനോൻ. 1915 കല്ലുമാല സമരം നടന്ന ജില്ല ഏതാണ്? 1915 കല്ലുമാല സമരം നടന്ന ജില്ല കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് കല്ലുമാല സമരം നടന്നത് 1915. ഐത്തോച്ചാടനം പ്രധാന വിഷയമായ INC സമ്മേളനം ഏതാണ്? ഐത്തോച്ചാടനം പ്രധാന വിഷയമായ INC സമ്മേളനം ഏതാണ്? 1923 കാക്കിനഡ സമ്മേളനം. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ഏതാണ്? ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. നെക്സ്റ്റ്, ആന്തര സമസ്ഥിതി പാലിക്കുന്ന പ്രധാന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലിക്കുന്ന പ്രധാന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ശരിയായ ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. സ്പാനിഷ് ഫ്ലൂവിന് കാരണമായ വൈറസ് ഏതാണ്? സ്പാനിഷ് ഫ്ലൂവിന് കാരണമായ വൈറസ് ഏതാണ്? H1N1. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ താലോലം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന
ഊർജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജം ടു വൈദ്യുതോർജമാണ്. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമായി മാറ്റുന്നു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? 13ാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്ന പേര് എന്താണ്? ബോറോൺ കുടുംബം. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഒരു ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് എത്രയാണ്? ഒരു ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് എത്രയാണ്? 1.5. സൂര്യരശ്മികൾ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യരശ്മികൾ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകൾ. മഴവില്ലുണ്ടാക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? മഴവില്ലുണ്ടാക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമരാവണ യുദ്ധത്തിൽ യുദ്ധവിജയത്തിനായി ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ച മഹർഷി ആരാണ്? രാമരാവണ യുദ്ധത്തിൽ യുദ്ധവിജയത്തിനായി ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ച മഹർഷി ആരാണ്? അഗസ്ത്യ മഹർഷി. ധനുർവേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ധനുർവേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആയോധന വിദ്യ. കേരളത്തിന്റെ കലാവൈവിധ്യങ്ങളെക്കുറിച്ചുള്ള ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? കേരളത്തിന്റെ കലാവൈവിധ്യങ്ങളെക്കുറിച്ചുള്ള ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ചത് ഡോക്ടർ കപില വാത്സ്യായൻ. ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത് ആരാണ്? ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത് ആരാണ്? ഏത് ദേവസ്വം ബോർഡ് ആണ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ശരിയായ ഉത്തരം ഗുരുവായൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ പൂന്താനം ദിനത്തോടനുബന്ധിച്ചാണ് ജ്ഞാനപാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്നത്. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി. ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി എന്നത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവരാത്രി. ചവറ പാർക്കുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? ചവറ പാർക്കുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം. രാമായണത്തിന്റെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? രാമായണത്തിന്റെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കാണ്ഡം. ഇളനീരാട്ടവും ഇളനീർവയ്പും വഴിപാടായുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഇളനീരാട്ടവും ഇളനീർവയ്പും വഴിപാടായുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ശരിയായ ഉത്തരം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏതാണ്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏതാണ്? ഇടയ്ക്ക. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ്? ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആരോട് പറയുന്നതാണ്? തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട്. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? 4. പിതൃകർമ്മത്തെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ്? പിതൃകർമ്മത്തെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ്? ഗരുഡ പുരാണം.
നെക്സ്റ്റ്, തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏതാണ്? തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏതാണ്? മീനൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിലവിലെ ദേവസ്വം മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ, അതായത് 2022 ദേവസ്വം മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്നതുമാണ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? കെ അനന്തഗോപൻ. നെക്സ്റ്റ് സെക്ഷൻ, നിരീശ്വരൻ എന്ന മലയാള നോവലിന്റെ കർത്താവ് ആരാണ്? നിരീശ്വരൻ എന്ന മലയാള നോവലിന്റെ കർത്താവ് ആരാണ്? VJ ജെയിംസ്. മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ്? സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. താഴെ തന്നിരിക്കുന്നവയിൽ ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്ക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: അവനോട് പറഞ്ഞു, വെയിലത്ത് ഉണക്കി, കാക്കയുടെ കരച്ചിൽ, ഇന്ത്യക്കു നൽകി. അപ്പോൾ കറക്റ്റ് ആൻസർ വെയിലത്ത് ഉണക്കി. അപ്പോൾ സമയം മനസ്സിലാക്കാൻ സാധിക്കും, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 100ഓളം വീടുകൾ ഒലിച്ചുപോയി. വെള്ളപ്പൊക്കത്തിൽ 100ഓളം വീടുകൾ ഒലിച്ചുപോയി. ഏകദേശം 100 വീടുകളോളം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. 4ാമത്തെ ഓപ്ഷൻ, 100ഓളം വീടുകൾ വെള്ളത്തിൽ ഏകദേശം ഒലിച്ചുപോയി. അപ്പോൾ ശരിയായ പ്രസ്താവന വെള്ളപ്പൊക്കത്തിൽ 100ഓളം വീടുകൾ ഒലിച്ചുപോയി എന്നതാണ്. നെക്സ്റ്റ്, പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? നിർദ്ദേശിക. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഇതിന്റെ ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ: സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോഡിയൻ നോട്ട് എന്നാൽ അർത്ഥം എന്താണ്? ഗോഡിയൻ നോട്ട് എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഊരാക്കുടുക്ക്. അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്? അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്? ആൻസർ വിക്ഷേപിണി. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് മിടുക്കർ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. See you in the next video. Thank you for watching.